നരകം ഇണയത്തൊടുമ്പോൾ എന്ന വിഷയമാണ് നമുക്കിന്ന് സംവദിക്കേണ്ടത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി അവന്റെ ജീവിതം അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്നതാകുന്ന വ്യക്തികൾക്ക് വേണ്ടി പടച്ച റബ്ബ് പടച്ച ഭവനമാണ് സ്വർഗം എന്നത്. ആ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് ബാധ്യതകൾ, ഇസ്ലാമികമാകുന്ന ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതം ഒക്കെ നിയമമാണ്. അതില്ലാതെ വന്നാൽ അപകടമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമാകിയ ഇസ്ലാം പഠിപ്പിച്ചതാകുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തൃണവൽഗണിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നതാകുന്ന ആളുകൾക്ക് പടച്ച റബ്ബ് നൽകുന്നത്, അവർക്ക് നൽകാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നരകമാണ്. എന്താണ് സത്യത്തിൽ നരകം? ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ പ്രഭാതം തുടരുന്നത് തന്നെ നരകത്തെ തൊട്ട് കാവൽ തേടിക്കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന്റെ അടിമകളെ പരിചയപ്പെടുത്തുന്നതായ സ്ഥലത്ത് കാണാം, ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് രാവിലെ പ്രഭാതത്തിൽ എണീക്കുന്നതാകുന്ന സഹോദര സഹോദരിമാരുടെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന ഇബാദുർ റഹ്മാനിന്റെ ലക്ഷണമാക്കി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന വ്യക്തമാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. പ്രഭാതം പൊട്ടിവിടരുമ്പോ നമസ്കരിക്കാൻ വേണ്ടി എണീക്കുന്നതാകുന്ന മനുഷ്യൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി ഉറക്കത്തിൽ എണീക്കുന്നതാകുന്ന മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനത്താകുന്ന ഉമ്മ, അവരെ പറഞ്ഞുകൊണ്ട് എണീക്കട്ടെ. റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ വിശേഷണമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു വ്യക്തമാക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന അസ്രിഫ് അന്നാ عذاب جهنم إن عذابها كان غراما. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവർ വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ അല്ലാഹ്, നരകീയ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ, നീ സൃഷ്ടിച്ചിരിക്കുന്നതായ ജഹന്നം എന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ തിരിക്കണേ അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. തീർച്ചയായും നരകം കൈക്കൊണ്ടവൻ, നരകീയതാകുന്ന ശിക്ഷയ്ക്ക് പാത്രീഭവിച്ചവൻ, അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്, ഏറ്റവും മോശപ്പെട്ടവനാണ്. അവന് കിട്ടിയിരിക്കുന്ന വാസസ്ഥലം എത്ര മോശമാണ്. ഈ പ്രാർത്ഥന കൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ പ്രഭാതത്തിൽ എന്ന് വേണ്ട അവന്റെ ദൈനംദിന ജീവിതത്തിലുള്ള ദുആകളിൽ എപ്പോഴും ഉണ്ടാകുന്നത്. രാവിലെ പ്രഭാതത്തിൽ ഈ ദുആ ചെയ്തു മുഅ്മിനാകുന്ന മനുഷ്യൻ നേരെ ചെല്ലുന്നു, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന സുബഹിയുടെ ബാങ്കുലി കേൾക്കുമ്പോ പുരുഷന്മാര് നേരെ പള്ളിയിലേക്ക് പോകുന്നു ജമാഅത്തിന് വേണ്ടി. സ്ത്രീകൾ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ കൃത്യമായി വീടിന്റെ അകത്തളങ്ങളിൽ വുളു എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി സജ്ജമാകും.
അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യൻ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ സുന്നത്ത് നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് റവാത്തിബാകുന്ന സുന്നത്തുകളിൽ അഥവാ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതാകുന്ന സുന്നത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. ആ സുന്നത്ത് നമസ്കരിക്കുന്നതാകുന്ന മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനത്താകുന്ന ഉമ്മ, ആ നമസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറത്തിനെ പറ്റിയും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നേരത്തെ നമ്മുടെ ബഹുമാനിയായ വഹബി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഉസ്താദ് അവരുകൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പരാധീനതകളും പ്രശ്നങ്ങളും ഉള്ളതാകുന്ന ഈ സമയത്ത് പടച്ച റബ്ബിനെ ഓർക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ അവന്റെ മനസ്സിന്റെ വിഷമങ്ങളും വ്യതകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും മാറിക്കിട്ടണമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം അലം നശ്റഹ് സൂറത്ത് അവൻ ഓതട്ടെ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ എന്നുള്ള അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂറത്ത് അവൻ ഓതട്ടെ. സൂറത്തുൽ ഫീൽ അവൻ ഓതട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ ഓതുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അവന്റെ മനസ്സിൽ ഒരു വിഷമം അന്നത്തെ ദിവസം ഉണ്ടാവൂല. ഒരു മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല, ഒരു വ്യതയും അവന് ഉണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് തരുകയാണ്. قال النبي صلى الله عليه وسلم من صلى سنتي الصبح بقراءة ألم لم يجده في ذلك اليوم ألم شفيعنا رسول الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. സഹാബത്തെ മുഅ്മിനീങ്ങളാകുന്ന വ്യക്തികളെ പഠിച്ചു വെക്കണേ, അമൽ ചെയ്യണേ. വാത് നമ്മളൊരു കാതിലൂടെ കേട്ടിട്ട് മറുകാതിലൂടെ കടത്തിവിടലല്ല, അത് ജീവിതത്തിൽ ഉപകാരപ്പെടണേ, ജീവിതത്തിൽ ഉപകാരപ്പെടണേ. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്താരെങ്കിലും നമസ്കരിച്ചാൽ ആ സുന്നത്ത് നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന 2 സൂറത്തുകൾ ഓരോ റക്അത്തിൽ വീതം ഓതിയാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ ഒരു മനസ്സിന് വിഷം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന ചെറുവട്ടിലുള്ള സഹോദരങ്ങളെ, ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നതാകുന്ന സഹോദരങ്ങളെ, മനസ്സിലാക്കണേ. നല്ലൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഉസ്താദേ, എനിക്കത് കൃത്യമായി കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നതാകുന്ന സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നീ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കണേ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ അലം നശ്റഹ് സൂറത്ത് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീലാകുന്ന അലം തറ കൈഫ എന്ന സൂറത്തും നീ ഓതിയാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമം അവൻ ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും പറയാനുള്ളത് ഉസ്താദെ, മനസ്സിന് സമാധാനം ഇല്ല, വിഷമമാണ്, ദുഃഖമാണ്. ഈ ദുഃഖമൊന്ന് മാറിക്കിട്ടാൻ, ഈ വ്യസനമൊന്ന് മാറിക്കിട്ടാൻ അതിന് ഏറ്റവും നല്ല മരുന്നാണ് ഈ പറയുന്നത്. ഏറ്റവും നല്ല മരുന്ന് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. സുബഹി പോലെ നമസ്കരിക്കാത്തവന്റെ കാര്യം നമുക്ക് ചർച്ചയില്ല. അൽഹുദുല്ലദീ ബൈനനാ വബൈനൽ കാഫിരി അസ്സലാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾക്കിടയിലും കാഫിരികൾക്കിടയിലുള്ള ആകെ ഒരു കരാറ്, തിരിച്ചറിയൽ, ഐഡന്റിറ്റി തന്നെ നമസ്കാരമാണ്. അതുകൊണ്ട് നമസ്കാരം ഇല്ലാത്തവനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. ഇത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരമാണ് ഈ പറയുന്നത്. ആ സുന്നത്ത് നമസ്കാരത്തിലോടുള്ള സൂറത്ത് അറിയില്ലേ നമുക്ക്? അലം നശ്റഹ് സൂറത്ത്. بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك
فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ട അലം നശ്റഹ് സൂറ. രണ്ടാമത്തെ റക്അത്തിൽ നമുക്കറിയാം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ സൂറത്ത് രണ്ടാമത്തെ റക്അത്തിൽ ആരെങ്കിലും അങ്ങനെ ഓതിയാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം 24 മണിക്കൂർ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ അവനൊരു വിഷമം ഉണ്ടാവൂല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സുബൈയുടെ സുന്നത്തിൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ് മുതൽ വലിയ കൂലിയുള്ളതാണ്. അപ്പൊ അന്നത്തെ ദിവസത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരു വിഷമവും ഉണ്ടാവൂല. പ്രവാചകൻ അതേ പ്രകാരം തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തും പ്രവാചകൻ പഠിപ്പിച്ചു. ഈ രണ്ട് സൂറത്തുകളെ കൂടി ജംഅ് ചെയ്തുകൊണ്ട് ഉലമാക്കൾ ഏകോപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം സുബൈയുടെ സുന്നത്താണ് ഈ പറയുന്നത് കേട്ടോ. സുബഹിയുടെ സുന്നത്ത് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് എന്ന സൂറത്തിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീലിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും കൂടി രണ്ടാമത്തെ റക്അത്തിൽ ഓതിയാൽ പ്രവാചകന്റെ ഈ രണ്ട് വചനങ്ങളെയും ഏകോപിപ്പിച്ചവരാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനിത് പറഞ്ഞത് എന്തിനാ? ജീവിതത്തിലേക്ക് നമ്മൾക്ക് മുതൽക്കൂട്ടായ ഒരു അമൽ പറഞ്ഞതാണ്. നാളെ രാവിലെ നമ്മുടെ സുബഹി സുന്നത്തിൽ ഇത് പ്രത്യേകം ഗൗനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക് വലതുവശം ചെരിഞ്ഞൊരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. വലതുവശം ചെരിഞ്ഞ് അവന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് വലതുവശം ചെരിഞ്ഞൊന്ന് കടക്കുക. സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഉണ്ട് സുന്നത്ത്. അങ്ങനെ പള്ളിയിലായാലും വീട്ടിലായാലും ആ കടത്തം കടന്നിട്ട് ഒരു ദുആ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയിലും നരകമാണ് ഏറ്റവും സബ്ജക്ട്. നരകമാണ് സബ്ജക്ട്. അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ സുബഹിയുടെ സുന്നത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞതും ഇത് പറയാൻ വേണ്ടിയാണ്. ഏതാണ് ആ ദുആ? വലതുവശം തിരിഞ്ഞുകൊണ്ട് കടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായില വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ اللهم أجرني من النار. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക്, സഹോദര സഹോദരിമാർക്ക് വലതുവശം ചെരിഞ്ഞുള്ളതായ ഒരു സുന്നത്തായ കടത്തം നബി തങ്ങൾ പഠിപ്പിക്കുകയാ. ആ സുന്നത്തായ കടത്തത്തിൽ കടന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യട്ടെ. റബ്ബിനോട് ആ സഹോദരി പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല وعزرائيل ومحمد صلى الله عليه وسلم اللهم اجرني من النار.
അസ്റായീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മീകായിൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ റബ്ബേ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. അല്ലാഹുവേ, നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് കാക്കണേ അല്ലാഹ്, എന്നെ ഒന്ന് കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഇതോരോ മുഅ്മിനും പ്രാർത്ഥിച്ചിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾക്ക് അല്ല, ചില ഉലമാക്കൾ പറയുന്നു അല്ലാത്തവർക്കും ഈ കടത്തത്തിൽ പറഞ്ഞ് ദുആ ചെയ്യൽ സുന്നത്താണ്. ഏതാണ് ദുആ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഒന്നുമില്ല, നിസ്സാരമാണത്. 4 മലക്കുകളുടെ പേര്, പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മീകായിൽ അലൈഹിസ്സലാമിന്റെ നാഥാ, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നാഥാ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. നരക ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ, എന്നെ നീ കാക്കണേ. പ്രമാദം പൊട്ടിവിടർന്നിട്ടേ ഉള്ളൂ, അപ്പോഴേ അവന്റെ പ്രാർത്ഥന തുടങ്ങാണ്, നരകത്തെ തൊട്ട് കാവൽ ചെയ്തിച്ചു. എന്തിനു വേണ്ടി? നരകം അത്രമേൽ പ്രധാനം. നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ അത്രമേൽ പ്രധാനമാണ്. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിക്ർ പഠിപ്പിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം വരുന്നതായ സുന്ദരമാക്കപ്പെട്ടതായ വചനം, അത് പറഞ്ഞുകൊണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം പറയൽ മുഅ്മിനിനെ അല്ലാഹുവിന്റെ റസൂൽ ചര്യാക്കുകയാണ്. 10 പ്രാവശ്യം പറയൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്ക്, എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് 10 വട്ടം പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നിന്നവൻ 7 പ്രാവശ്യം പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, എന്നെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാകുന്ന ദിക്ർ അത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല. ഇതേ പ്രകാരം തന്നെ മഗ്രിബ് നമസ്കരിച്ചിട്ടും എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് അവന്റെ തഹയ്യാത്തിലുള്ള ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് സംസാരിക്കാതെ, ഇടയ്ക്ക് വർത്തമാനം പറയാതെ, വുളൂ കളയാതെ കിബിലയ്ക്ക് അഭിമുഖമായിരുന്നുകൊണ്ട് കാലനക്കാതിരുന്നുകൊണ്ട് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുകയും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറയുകയും ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനു വേണ്ടി ഇത്രത്തോളം നിർബന്ധമാക്കി, ഇത്രത്തോളം പരിശുദ്ധ ശരീഅത്ത് സുന്നത്താക്കി? എന്തിനു വേണ്ടിയാണിത്? നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ അത്രമേൽ പ്രധാനമാണ്. ഇനി നിങ്ങൾ നോക്ക്, മഹല്ലത്തുകൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇശായിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന ഹദ്ദാദ് റാത്തീബ്, ഉമ്മമാരൊക്കെ പതിവാക്കുന്നതാകുന്ന റാത്തീബാണത്. ഹദ്ദാദ് റാത്തീബ് മുതഅല്ലിമീങ്ങൾ പതിവാക്കുന്നത്, ആലിമീങ്ങൾ ചെല്ലുന്ന ദിക്ർ, വലിയ മഹത്വമുള്ള പോരിശയുള്ള ദിക്റാണതിൽ. ആ ദിക്റിന്റെ അവസാനത്തിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നാ نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك
نسألك رضاك والجنة ونعوذ بك من سخطك والنار. അല്ലാഹുവേ, പടച്ച റബ്ബേ, സ്വർഗത്തെ ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, എന്റെ പൊരുത്തം ചോദിക്കുന്നു അല്ലാഹ്. ആ പൊരുത്തം മുഖേന എത്തപ്പെടുന്ന സ്വർഗം ചോദിക്കുകയും ചെയ്യുന്നു അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങൾ കാവൽ തേടുന്നു റബ്ബേ. ആ കോപം കൊണ്ടുപോയി എത്തിച്ചേർക്കുന്നതായ നരകീയ ശിക്ഷയെ തൊട്ടും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാഹ്. وَنَعُوذُ بِكَ مِنْ سَخَطِكَ وَالنَّارِ. നിന്റെ കോപത്തെ തൊട്ട്, ആ കോപം കൊണ്ട് എത്തിച്ചേർക്കുന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. എപ്പോഴാണ് ദുആ ഇറക്കുന്നത്? ഹദ്ദാദ് റാത്തീബിൽ ഹദ്ദാദ്. അതിനാരിവിടെ ഹദ്ദാദ് ഓതുന്നു? ഹദ്ദാദ് ഒന്നില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ്, ഇല്ലെങ്കിലും മുക്രി, പള്ളിയിലെ മോദീൻ. ഇവരല്ലാതെ മറ്റുള്ളവർ ഓതുന്നില്ല. നാട്ടുകാരിൽ വളരെ വിരലിലെണ്ണാവുന്ന പ്രായം ചെന്ന ആളുകളല്ലാതെ അതിന് പങ്കെടുക്കുന്നില്ല. അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന കാലഘട്ടം. എന്നാൽ അതേ മഹലിലെ ഉസ്താദ് ഓതിയില്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ മടിയില്ലാത്തതാകുന്ന ജനങ്ങളുള്ള കാലഘട്ടം. ഇത് ഓതുന്നതിന്റെ വലിപ്പവും അതിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു വെക്കുന്നു. വലിയ അർത്ഥങ്ങളാണ്, വലിയ അർത്ഥങ്ങളാണ്. അതിൽ ഓരോ ദിക്റുകളും അദ്കാറുകളും എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങൾ ചർച്ച ചെയ്യണം. അത്രത്തോളം പോരിശുള്ളതാണ് ഓരോ ദിക്റുകളും അതിലുള്ള. അതൊക്കെ നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അതിന്റെ ഏട് വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ദൈനംദിനം ചിട്ടവട്ടമായി കൊണ്ടുവരാൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും നരകത്തെ തൊട്ട് ഇത്രത്തോളം കാവൽ ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധമാക്കപ്പെട്ട ജുമുഅയുടെ സുദിനം ഇമാം മിമ്പറിൽ കയറിയിട്ട് ഖുതുബ ഓതുമ്പോ ആ മിമ്പറിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് എന്ന് ഓരോ മിമ്പറിൽ നിന്നുകൊണ്ട് ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാത്വികരാകുന്ന ഉലമാക്കൾ ദുആ ചെയ്യുമ്പോൾ കണ്ടമിതറി ഓരോരുത്തരും ആമീൻ പറയും. എന്തുകൊണ്ടാണ് ഇത്രത്തോളം നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാനുള്ള കാരണം? നരകം അത്രമേൽ കാവൽ ചോദിക്കൽ അനിവാര്യമായ സംഗതിയാണ്. നരകം നമ്മൾ മദ്രസയിൽ പഠിച്ചതുപോലെ 1-2 പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അതാണ് എന്ന് മനസ്സിലാക്കിയതാകുന്ന സഹോദരങ്ങളുണ്ട്, പഠിച്ചു വെച്ചതാകുന്ന കുട്ടികളുണ്ട്. 2-3 തീപ്പെട്ടിക്കൊള്ളി വരസുന്നിട്ട് അതിലുണ്ടാകുന്ന ഒരു വെളിച്ചമല്ല, ഒരു പ്രകാശമല്ല നരകം എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ നരകം? സുബ്ഹാനല്ലാഹ്. നരകത്തെ കുറിച്ച് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ഖുർആൻ വ്യക്തമാക്കിയത് നരകമെന്ന് പറയുന്നത് നിസാരമായിട്ടല്ല. നരകത്തെ തൊട്ട് നിങ്ങൾ ആദ്യം സൂക്ഷിക്കുകയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാത്തു സംരക്ഷിക്കുകയും വേണമെന്നാണ് ഖുർആൻ ആദ്യമായിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുന്നത്. നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളാകുന്ന മുഅ്മിനീങ്ങളാകുന്ന ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചതായ, ഈ ലോകത്ത് നിന്ന് മരിക്കേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നതായ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബത്തെയും കാത്തു സംരക്ഷിക്കണേ. നാറാ,
കത്തിജ്വലിക്കുന്നതായ നരകത്തെ തൊട്ട് കാക്കണേ കാക്കണേ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും രണ്ടാമതായി കാത്തു സംരക്ഷിക്കണം. എന്തിനെ തൊട്ട്? നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തു സംരക്ഷിക്കണം. എന്താ കാരണം? ആ നരകമെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. നരകമെന്ന് പറയുന്നത് നിസ്സാരമല്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ആ നരകത്തിലുള്ള ഇന്ധനം എന്തെന്നറിയുമോ? നരകത്തെ കത്തിക്കപ്പെടുന്നത് പെട്രോൾ കൊണ്ടല്ല, കൽക്കരി കൊണ്ടല്ല. ഇന്ധനം നരകത്തിലേതെന്നറിയുമോ? സാബാ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്നതായ ഇന്ധനമെന്ന് പറയുന്നത് ദുഷിച്ചതായ ജനങ്ങളാണ്. വൽ ഹിജാറ, ഭീമാകാരമായ കല്ലുകളുമാണെന്ന് പരിശുദ്ധ ഖുർആൻ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുകളെയുമാണ് വിശുദ്ധ ഖുർആൻ ഉറപ്പെടുത്തും. ദുഷിച്ച ജനങ്ങളെ ഉറപ്പായിട്ടും നരകത്തിലിട്ട് കത്തിക്കണം. നമ്മൾ ആരും അതിനെതിരെ നിൽക്കൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാകുന്ന ആസ്വാദനങ്ങളെ മുഴുവനും ഈ ദുനിയാവിൽ ആസ്വദിക്കുകയും എന്നിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട്, തൃണവൽഗണിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട്, നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, പാവങ്ങളെ സഹായിക്കാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ, പാവപ്പെട്ടതാകുന്ന അനാഥകൾക്ക്, അഗതികൾക്ക് താങ്ങും നടന്നുമാകാതെ, തന്റെ സമ്പത്ത് കൊണ്ട് തന്റെ ജീവിതം മാത്രം കൊഴിപ്പിച്ച് ജീവിച്ചതാകുന്ന ആളുകൾക്ക് നരകം കൊടുക്കണം. അത് വേണ്ടത് തന്നെയാണ്. നമ്മൾ അതിൽ ആരും എതിര് നിൽക്കൂല. കാരണം അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ അവൻ തൃണവൽഗണിച്ചു. അള്ളാഹുവിനെ മറന്നു വിസ്മരിച്ച് ജീവിച്ചു. അവന് നരകം അള്ളാഹു കൊടുക്കണം. ആ ദുഷിച്ച ജനങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവിടെ ഇട്ട് കത്തിക്കുന്നത് കല്ലുകളെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലുകളെ പറഞ്ഞത്? ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കല്ലുകളെ കത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്? ലോകത്തെ എത്രയെത്ര സൃഷ്ടികൾ പടച്ച റബ്ബിന്റെ മുന്നിലുണ്ട്, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലുകളെ എന്തിന് മനുഷ്യന്റെ കൂടെ ഇട്ട് കത്തിക്കും? അതിന് വലിയൊരു ചരിത്രമുണ്ട്, വലിയൊരു പഠന വിധേയമാക്കലുണ്ട്. കാരണം ഇന്ന് മനുഷ്യൻ അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് പാചകം ചെയ്യുന്നതാകുന്ന അരി കൊണ്ടുവന്ന് വെച്ച് അത് സുന്ദരമായ രീതിയിൽ, റാഹത്തായ രീതിയിൽ ചോറാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ പരിവർത്തനമുണ്ടാകുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുകൊണ്ടാണ്. വെള്ളം തിളച്ച്, ആ വെള്ളം തിളച്ച് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് അതിലേക്ക് അരിയിട്ടാൽ അത് തിളച്ചിട്ട് സുന്ദരമായ രീതിയിൽ ചോറായി പുറത്തേക്ക് വരിക, അത് വെന്ത് വരിക. ഇതേ പ്രകാരം തന്നെയാണ് മാംസാഹാരം ഉണ്ടാക്കുമ്പോഴും വെള്ളം തിളപ്പിക്കുമ്പോഴും ഒക്കെയാണ് എങ്കിൽ അതിന് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വേണ്ടതെങ്കിൽ ഒരു ചെറിയ, എന്റെ മുന്നിൽ കിടക്കുന്നതാകുന്ന ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കാൽച്ചുവട്ടിലുള്ളതാകുന്ന ഒരു ചെറിയ ചരൽക്കലെടുത്ത് ചൂടാക്കാൻ 4.5 ലക്ഷം ഡിഗ്രിയോളം സെൽഷ്യസ് ചൂട് വേണമെന്ന് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് മതി നമ്മൾ ഇന്ന് ചോറുണ്ടാക്കാൻ, അരിയൊന്ന് വേവിക്കാനെങ്കിൽ ആ വെള്ളം ഏതെങ്കിലും ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരന്റെ, സഹോദരിയുടെ ശരീരത്തിലേക്ക് വീണാൽ അള്ളാഹു അത്തരത്തിലുള്ള അപകടത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പൊള്ളലേറ്റുകൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന കുടുംബാദികൾ ഉണ്ടാകും. അള്ളാഹു പരിപൂർണ രോഗശമനം നൽകുമാറാവട്ടെ. അങ്ങനെ ശരീരത്തിലേക്ക് വീണാൽ അത് താങ്ങാനും അത് സഹിക്കാനും കഴിയാത്തതാകുന്ന വേദനയാണ് നമുക്കുള്ളതെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെതാകുന്ന ചർമ്മങ്ങളും മാംസങ്ങളും മുഴുവനും തിളച്ച് പുറത്തേക്ക് വരുമെങ്കിൽ, തിളച്ച വെള്ളത്തിലേക്ക് കൈയിടാൻ മടിക്കുന്നതാകുന്ന സഹോദര സഹോദരിമാരാണ് നാമെങ്കിൽ, ആ തിളച്ച വെള്ളത്തിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് മാത്രമാണ് എങ്കിൽ, നമ്മുടെ മുന്നിൽ കിടക്കുന്നതാകുന്ന ചെറിയ ചരൽക്കല്ലുകൾ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഷിച്ചതാകുന്ന ആളുകളോടൊപ്പം ഇട്ട് കത്തിക്കുമ്പോൾ അതിന് ചൂട് പിടിക്കണമെങ്കിൽ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നു 4.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം.
അത്രത്തോളം ചൂടുണ്ടെങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ കത്തുകയുള്ളൂ. ആ ചൂട് പിടിച്ചാൽ പിന്നെ ആ ചൂട് ഒരിക്കലും പുറത്തു പോവുകയുമില്ല. അതാണ് കല്ലിന്റെ സവിശേഷത. നല്ല ചുട്ടുപഴുത്ത് കിടക്കുന്ന പാറക്കല്ലിന്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ നമുക്ക് കഴിയില്ല, ചെരുപ്പില്ലാതെ. വല്ലാതെ പ്രയാസമാണ്. അത് തീയിലിട്ട് കരിച്ചു കഴിയുമ്പോൾ, ചൂടാക്കി കഴിയുമ്പോൾ എത്ര പ്രയാസമായിരിക്കും. അള്ളാഹു നരകത്തിലിട്ട് ചൂടാക്കുന്നത്, പഴുപ്പിക്കുന്നത് പെട്രോളല്ല, അവിടെയുള്ള ഇന്ധനം. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ചെറിയ ചരൽക്കല്ലല്ല, ഭീമാകാരമാകുന്ന പാറക്കല്ലുകളാണ് നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നിട്ടും വിശുദ്ധ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ് നരകത്തിന്റെ പവിത്രത, നരകത്തിന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. എങ്ങനെയാണ് നരകത്തെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത്? എങ്ങനെയാണ്? അലൈഹാ മലായികതുൻ ഗലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ أمرهم ويفعلون ما يؤمرون. ദുഷിച്ചതാകുന്ന ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുകളും ഇട്ടുകൊണ്ട് കത്തിക്കുന്നതാകുന്ന നരകം, ആ നരകത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അലൈഹാ മലായികതുൻ ഗലാദുൻ ശിദാദ്. കടുകടുത്തതാകുന്ന ഹൃദയമുള്ള, കടുകട്ടിയുള്ളതാകുന്ന ഹൃദയമുള്ള, ഒരാളോടും ഒരു മയവും ചെയ്യാത്തതാകുന്ന ഹൃദയമുള്ളതാകുന്ന ആളുകളാ മലക്കുകളാണ് ആ നരകത്തിന്റെ മേൽ അല്ലാഹു കാവലേർപ്പെടുത്തിയിരിക്കുന്നത്. അലൈഹാ മലായികതുൻ ഗലാദുൻ ശിദാദ്. അതിശക്തരായ, ആരോഗ്യമുള്ളതായ, കടുകട്ടിയാകുന്ന ഹൃദയമുള്ള ഏതൊരു മനുഷ്യന്റെയും കരച്ചില് കേട്ടാലും അവന് കുറച്ചു കൊടുക്കാതെ ശിക്ഷകൾ കൂട്ടിക്കൊടുക്കാൻ മാത്രം കഴിവുള്ളതാകുന്ന മലക്കുകളെ ആ നരകത്തിന്റെ മേൽ നാം വിന്യസിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്. ആ മലക്കുകൾ നിസ്സാരരല്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് പരിപൂർണമായി ചെയ്യുന്നവരത്രേ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് മലക്കുകളോട് പറഞ്ഞാൽ അത് പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നവരാണ് മലക്കുകളെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ മലായിക്കത്തുകളും അങ്ങനെയാണ്. പക്ഷെ ഈ മലക്കുകൾ അല്ലാഹു എടുത്തു പറഞ്ഞു, നരകത്തിന്റെ മേൽ കാവലേൽപ്പിക്കപ്പെട്ട മലക്ക്. നരകത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടതാകുന്ന മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ, സബാനിയാക്കളാകുന്ന മലക്കുകൾ, അവർ കടുകടുത്ത ഹൃദയമുള്ളവരാണ്. ഒരണുവിട ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ മനസ്സ് ഒരിക്കലും ലാഞ്ചന ഉണ്ടാവൂല, ഒരിക്കലും അതിലേക്ക് ചായുകയില്ല. എന്താണ് നരകത്തിലിട്ട് കത്തിക്കുന്നത്? ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളെയുമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എത്ര കൊല്ലമാണ് കത്തിക്കുന്നത്? പഠിച്ചു വെക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരുള്ള ഉമ്മമാര്, സഹോദരങ്ങൾ, പഠിച്ചു വെക്കൽ അനിവാര്യം. എത്ര കൊല്ലം കൂടിയാണ് നരകത്തെ അല്ലാഹു കത്തിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഊഖിദന്നാറു അൽഫസനാ ഹത്താ ഹമറത് ثم ഊഖിദ അൽഫസനാ حتى بيضت ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, സ്വഹാബത്തെ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചോത്രേ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലമാണ് അടുപ്പിച്ച് രാവും പകലുമില്ലാതെ കത്തിച്ചത്. രാവും പകലും കത്തിക്കുക. നമ്മളൊക്കെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നത്, സ്റ്റൗ കത്തിക്കുന്നത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അത് കഴിയുമ്പോൾ വൈകിട്ട് ഓഫാണ്.
ഇത് സ്റ്റൗ അല്ല. ഇത് എന്തുകൊണ്ടാണ് കത്തിക്കുന്നത്? ദുഷിച്ചതാകുന്ന ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളും വെച്ചുകൊണ്ടാണ് അള്ളാഹു കത്തിക്കുന്നത്. എത്ര കൊല്ലം? 1000 കൊല്ലം കത്തിക്കാൻ. 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. കേട്ടോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഊഖിദന്നാറു അൽഫസനാ ഹത്താ ബിയല്ലത് ഹത്താ ഹമറത്. നരകത്തെ 1000 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി കത്തിച്ചു. ആ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തു അത്രേ. നരകം വല്ലാതെ ചുവന്നങ്ങ് തുടുത്തു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല. സുമ്മ ഊഖിദൽ ഫസനാ. ആ നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു അത്രേ. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു തുടുത്തു പോയി. സാബാ സുമ്മ ഊഖിദൽ ഫസനാ. 2000 കൊല്ലം നിരന്തരമായി നരകത്തെ കത്തിച്ചതിന്റെ പേരിൽ നരകം വല്ലാതെ വെളുത്തു തുടുത്തിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല. നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു അത്രേ. ഹത്താ സവദത്ത്. നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തിരുണ്ട് പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. وهي سوداء مظلمة. സഹാബത്തെ മനുഷ്യനെ കൊണ്ടുപോയിടുന്നതായ നരകമുണ്ടല്ലോ. 3000 കൊല്ലം നിരന്തരമായി കത്തിച്ചതിന്റെ പേരിൽ അതിന്റെ നിറം വല്ലാതെ കറുത്തുപോയി. സാബ കറുത്തിരുണ്ട് പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഹിയ സൗദാഉ മുള്ളിമാ. 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം ചുവന്നു തുടുത്തതിന് ശേഷം വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിച്ചപ്പോ ആ നരകം വല്ലാതെ വെളുത്തു പോയത്രേ. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. വഹിയ സൗദാഉൻ മുള്ളിമാ. ആ നരകം വല്ലാതെ കറുത്തു പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നരകത്തിലേക്കാണ് ദുഷിച്ച ജനങ്ങളെ അല്ലാഹു പ്രവേശിപ്പിക്കാൻ പോകും. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചു നരകത്തെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കണം. ആ നരകത്തിലേക്കാണ് ഇന്നത്തെ ചെറുപ്പക്കാര്, ഡാൻസ് വെക്കുന്നവർ, കള്ളു കുടിക്കുന്നവര്, കഞ്ചാവ് വലിക്കുന്നവര്, എനിക്ക് പോകാൻ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവർ ആ നരകത്തിലേക്കാണ്. അല്ലാഹു രക്ഷിക്കട്ടെ. മനസ്സിലാക്കണം മോനെ, എന്താണ് നരകമെന്ന്. നരകം എന്താണെന്ന് നീ മനസ്സിലാക്കുക. ഞാൻ ആദ്യം കൊണ്ട് അത് പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്. നബിയേ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നബിയേ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരട്ടെ നബിയെ. അനുയായികളുടെ ആവശ്യമാണ്. ചോദ്യം ആരോട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്തതിഉ ലക്കും. നിങ്ങൾക്കത് കേൾക്കാനുള്ള കഴിവില്ല സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള താക്കത്തുണ്ടാവൂല. നിങ്ങളത് കേട്ടു നിൽക്കാൻ കഴിയൂല സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ ബോധം പോകും. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, ബോധം പോകും. ഞാൻ ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക, ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ, ഏറ്റവും ലഘുവായ ശിക്ഷ. ഇത് പഠിച്ചിട്ട് ഓരോരുത്തരും മനസ്സിലാക്കിക്കോ എന്താണ് നരകം. قال رسول الله صلى الله عليه وسلم إن أهون أهل النار عذابا من له نعلان وشراقان. إن أهون أهل النار عذابا من له نعلان وشراقان.
സഹാബത്തെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയല്ലോ നിങ്ങൾ ചോദിക്കുന്നത്? അത് പറഞ്ഞ് ഞാൻ നൽകിയാൽ നിങ്ങൾക്കത് കേട്ട് നിൽക്കാൻ കഴിയൂല സാബ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അഹ്വനായ, ഏറ്റവും ലഘുവായ, ഏറ്റവും നിസ്സാരമായ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാ. അത് പഠിക്കണേ സാബ. ഇന്നഹു അനഅഖിലിന്നാരി അദാബാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹൂൻ അലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് രണ്ട് ചെരുപ്പങ്ങ് കൊടുക്കുമത്രേ. ഒരു ജോഡി ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുമത്രേ. വശറാഖാൻ. ആ ചെരുപ്പിന് രണ്ട് വള്ളിയുണ്ട്. ഓരോ ചെരുപ്പിനും രണ്ട് വള്ളിയുണ്ട്. ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് വള്ളികളുണ്ട്, രണ്ട് വള്ളിയേ ഉള്ളൂ. ഓരോ കാലിലോട്ട് ഇങ്ങോട്ട് കയറ്റിയുണ്ട്. ദുനിയാവി ഷൂ ധരിച്ചവർ, അല്ലാതൊക്കെ ഷോക്സ് ധരിച്ചവർ, ചെരുപ്പില്ലാതെ നടന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് ഹറാമുകൾ തിന്ന് രമിച്ചുകൊണ്ട് നടന്ന ആളുകൾക്ക് നരകത്തിലേക്ക് കടക്കുമ്പോ അതാ കാലിലേക്ക് ചെരുപ്പ് ധരിപ്പിക്കുക. എങ്ങനത്തെ ചെരുപ്പ്? രണ്ട് വള്ളികളുണ്ട്. അതങ്ങോട്ട് കാലിലേക്ക് മുട്ടുമ്പോ തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, യഗ്ലി മിൻഹുമാ ദിമാഹു കമാ യഗ്ലിൽ മിർജലു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. നരകത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾക്ക് ചെരുപ്പ് ധരിപ്പിക്കുമത്രേ. മിന്നാർ. തീയിനാലുള്ള ചെരുപ്പാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. യഗ്ലി മിൻഹുമാ ദിമാഹു കമാ യഗ്ലിൽ മിർജലു. അവന്റെ തലച്ചോറ് മുഴുവനും ബന്തുരുകി പുറത്തേക്ക് വരുമാറ് ഭീമാകാരമാകുന്ന ചൂടുകൾ അവന്റെ കാലിലൂടെ, അവന്റെ ഉദരത്തിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അന്നനാളത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ തലയിലേക്ക് വന്നുകൊണ്ട് അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാലില് ചെരുപ്പിട്ടതുള്ള കാലിന്റെ അടിയിലെ ചൂടിങ്ങോട്ട് വന്നിട്ട് തലച്ചോറ് വെന്തുരുകി വെളിയിൽ വരും നബിയുനാ റസൂലുള്ളാഹി. അതാണ് നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നരകത്തെ കാണിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നരകത്തെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്ര ഭീമാകാരമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയെ പറഞ്ഞു വിടുകയാണ്. മലക്കിനെ പറഞ്ഞു വിടുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കും, മഹ്ശറയിലേക്ക് പറഞ്ഞേക്കും, നിങ്ങൾ പോയിട്ട് നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാമിനോട് പറയും. മാലിക് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ചെന്നിട്ട് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, ഈ കത്തിജ്വലിക്കുന്ന നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് വരാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കും. ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ, ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ. നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമേ നിന്നോട് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. മാലിക് അലൈഹിസ്സലാം നിൽപ്പുണ്ട് നരകത്തെ കാക്കാൻ വേണ്ടി. നിങ്ങൾ നോക്ക്, ഒരു മലക്കിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ട് ആ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നരകത്തിന്റെ മുന്നിൽ. കാരണം നരകം എന്ന് പറയുന്ന അത്രമേൽ പ്രധാനമായ സംഗതിയാണ്. ആ നരകത്തെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിർത്തിയിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് ജനങ്ങളെ
മുഴുവൻ ആളുകളെയും ഞാൻ നിറയ്ക്കുമെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. മനുഷ്യ ജിന്ന വർഗത്തെ കൊണ്ട് നരകത്തെ ഞാൻ നിറയ്ക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് എന്ന് പറയുന്നതാകുന്ന നരകത്തെ കാക്കുന്ന മലക്കിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിക്കും, അയ്യോ മിൻ ഹാദാ, അയ്യോ മിൻ ഹാദാ, ഇതേത് ദിവസമാണ് ജിബ്രീലേ, ഇതേത് ദിവസമാണ് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി കൊടുക്കുമത്രേ. ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, ഹാദാ യൗമുൽ ഖിയാമ, യൗമുൽ ഹസറതി വന്നദാമ. ഇതാണ് ഖിയാമത്ത് നാൾ, ഇതാണ് ഖിയാമത്ത് നാൾ. യൗമുൽ ഹസറതി വന്നദാമ, ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും വിരഹത്തിന്റെയും പ്രയാസത്തിന്റെയും ദിനമാണ് ഇന്നത്തെ ദിനം. ദുനിയാവിൽ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിച്ചതാകുന്ന ആളുകൾക്ക് സന്തോഷമാണ്, സന്തോഷമാണ്. അല്ലാത്തവർക്ക് പ്രയാസമാണ്, അല്ലാത്തവർക്ക് നൊമ്പരമാണ്. ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടന്നതാകുന്ന ആളുകളില്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നതായ ആളുകളില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നടന്നതായ സഹോദര സഹോദരിമാരില്ലയോ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തുകൊണ്ട് ഏതെല്ലാം ഫ്ലാറ്റുകൾ തന്നെ ജീവിതത്തിലേക്ക് കിട്ടണമോ അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നടന്നതാക സഹോദരിമാരില്ലയോ, അവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം യൗമുൽ ഹസറതി വന്നദാമ, ഇന്ന് ഖേദത്തിന്റെ ദിനമാണ്, ദുഃഖത്തിന്റെ ദിനമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കുടനെ തിരിച്ചു ചോദിക്കുമത്രേ, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിമി, അല്ലാഹു അവന്റെ സൃഷ്ടികൾ മുഴുവനും ഹാജരാക്കിയിട്ടുണ്ടോ? എല്ലാവരും ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വന്നിട്ടുണ്ടോ? എല്ലാവരും സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുമ്പോ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. മഹ്ശറിലേക്ക് സർവരും എത്തിയിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മുന്നിൽ സർവരും പേടിച്ചുകൊണ്ട് നമ്രശിരസ്കരനായി സർവരും വന്ന് നിൽക്കുകയാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി തങ്ങളുടെ സമുദായം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പറയുമ്പോ നരകത്തെ കാക്കുന്നതായ മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമത്രേ, നാളെ നടക്കാനുള്ള സംഗതിയാണ് മുഅ്മിനേ, ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ, മനസ്സിലാക്കണേ, ഗൗരവത്തോടുകൂടി സാഗൂതം ശ്രദ്ധ ചെലുത്തണേ. ഇതൊരു തമാശ പറയുന്ന മജ്‌ലിസല്ല, കളിതമാശകൾ കേൾക്കുന്ന മജ്‌ലിസല്ല, നരകത്തെ കുറിച്ച് ബന്ധപ്പെടുത്തുന്ന മജ്‌ലിസാണ്. ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കടക്കാതിരിക്കാൻ നമ്മുടെ ജീവിതം അമൽ കൊണ്ട് മുഖരിതമാക്കണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വീണ്ടും ചോദിക്കുമത്രേ, ഐന മുഹമ്മദുൻ വദുരിയതുഹു, ഹബീബായ നബി തങ്ങളുടെ സമുദായവും അല്ലാഹുവിന്റെ റസൂലും വന്നിട്ടുണ്ടോ? അവരെവിടെയാണെന്ന് പ്രത്യേകമായി എടുത്തു ചോദിക്കും മാലിക് എന്ന്. നബിയുനാ റസൂലുള്ളാഹി. ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. അല്ലാഹു വന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ സർവരും മുട്ടിൽ കെട്ടിക്കൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയാ. നബിയേ, നബിയേ, അന്ന്
ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ 16,15,15,000 കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാകുന്ന വേളയിൽ ജനങ്ങൾ മുട്ടിൽ കെട്ടിയവരായി കാണാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം പറയും, എല്ലാവരും വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ നരകോട്ടം വന്നാൽ മതി. ഈ നരകവുമായിട്ട് അള്ളാഹുവിന്റെ സമുദ്രത്തിലേക്ക് വന്നാൽ മതി. മാലിക് അലൈഹിസ്സലാം ഉടനെ നരകത്തിന്റെ നേരെ തിരിയുകയാണ്. വഹിയ ഫീ ദായിറത്തിൽ ഹർഷ്, മഹ്ശറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതൊരു സ്ഥലത്താണോ നരകത്തെ പടച്ചത്, വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹ അല്ലാഹു തആല, അല്ലാഹു പടച്ചതാകുന്ന സ്ഥലത്ത് തന്നെയാണ് നരകം സ്ഥിതി ചെയ്യുന്നത്. മാലിക് അലൈഹിസ്സലാം ചെന്നുകൊണ്ട് വിളിച്ചിട്ട് വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങൾ മുഴുവൻ നിൽക്കുക, ഈ നരകം കൂടി വന്നിട്ട് വിചാരണ തുടങ്ങും. നരകത്തെ മുന്നിൽ എത്തിച്ചിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. എല്ലാവരും മഹ്ശറിൽ വന്ന് നിൽക്കുക. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം വരെ എല്ലാവരും വന്ന് നിൽക്കണം. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടു. രണ്ടുപേർക്കും ഇടയിൽ നടന്ന സംഭാഷണമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അവസാനം മാലിക് അലൈഹിസ്സലാം നരകത്തേക്കാക്കുന്ന മലക്ക്, മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നരകത്തെ വിളിക്കാൻ, യാ നാറു ഖൂമി യാ നാറു ഖൂമി. അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് പടച്ചതാകുന്ന നരകത്തിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ കാക്കുന്നതായ മലക്ക് വിളിക്കുകയാ, യാ നാറു ഖൂമി, അല്ലയോ നരകമേ നരകമേ എണീക്കണേ എണീക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ നരകം അങ്ങോട്ട് എണീറ്റ് നിൽക്കുമത്രേ. അല്ലാ അല്ലാ വലഹാ അർബഅതു ഖവായിം വലഹാ അർബഅതു ഖവായിം. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ആ നരകത്തിന് 4 കാലുകളുണ്ട് സഹാബ, 4 കാലുകളുണ്ട് സഹാബ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുവട്ടൂരുള്ള ഉമ്മമാർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നരകമെന്ന് മനസ്സിലാക്കണേ, ഇതാണ് നരകമെന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. മദ്രസയിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഏതാനും കൊള്ളികൾ കൂട്ടിവെച്ച് കത്തിക്കുന്നത് പോലെയുള്ള ചെറിയ നരകമല്ല, ഏതാനും വിറക് കൊള്ളികളിട്ട് കത്തിക്കുന്നതായ നരകത്തെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ നബിതങ്ങള് അവിടുത്തെ തിരുനാവിലൂടെ ആദരത്തിലൂടെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹാബത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തതായ നരകമാ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബാ വലഹാ അർബഅതു ഖവായിം, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം, ഓരോ കാലുകൾക്കിടയില് 4 കാലുകൾ ഉള്ളതായ നരകം. 2 കാലുകളാകുന്ന മനുഷ്യനെ പടച്ച റബ്ബ് ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു പടച്ചിരിക്കുന്നതിന്റെ ഇരട്ടിയാകുന്ന 4 കാലുകളുള്ളതായ നരകമാണ് നരകമാണ്. ആ നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴി ദൂരമുണ്ടത്രേ. ഓ ബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം, നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 കൊല്ലത്തെ വഴി ദൂരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഓരോ കാലുകൾക്കിടയിലും 4 കാലുകളാണ്, ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തും വഴിദൂരം. അപ്പൊ 4ാമത്തെ കാലിനെ കൊണ്ട് എത്തുമ്പോ 4000 വർഷം 4000 വർഷം വഴിദൂരമാണ്. അതിശീഘ്രഗമനമാകുന്ന ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്താൽ ദുനിയാവിലെ 1000 കൊല്ലം കൊണ്ട് അടുത്ത കാലിലേക്ക് അവൻ എത്താൻ സാധിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അങ്ങനത്തെ 4 കാല് ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ആ നരകത്തിന് 30,000 തലകളുണ്ട് സാബ. ഓരോ തലകളിലും 30,000 വായകളുണ്ട് സാബ. ഓരോ വായകളിലും 2 ചുണ്ടുകളുണ്ട് സാബ. ആ വായ്ക്കുള്ളിൽ 30,000 പല്ലുകളുണ്ട് സാബ. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സാബ. إذا وضعت حلقة من نار على جبل يذوب كما يذوب الرصاص. മുകളിലത്തെ ചുണ്ടിലുള്ളതാകുന്ന 1000കണക്കിന് ചങ്ങലകളെ ഒരു ചങ്ങലയെങ്ങാനും ഒരു വട്ടക്കണ്ണി മാത്രമെങ്ങാനും ഇദാ വദിഅത് ഹൽഖത്തും മിൻ നാർ അലാ ജബൽ, ഉയർന്നതാകുന്ന ഒരു പർവ്വതത്തിന്റെ നെറുകയിലേക്ക്, എവറസ്റ്റിന്റെ കൊടുമുടിയിലേക്ക് എങ്ങാനും അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹ് ലദാബ കമാ യദൂബു റസാസ്, ഈയം ഉരുകി ഒലിക്കുന്നത് പോലെ ആ പർവ്വതം ഉരുകി ഒലിക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത്. നരകത്തെ കുറിച്ച് നരകത്തിന്റെ 4 കാലുകളാണ്. ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴിദൂരമാ. നരകത്തിന് 30,000 തലകളുണ്ടത്രേ. ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ. ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ. 2 ചുണ്ടുകൾ വീതം ഓരോ വായയിലും ഉണ്ടത്രേ. ആ ഓരോ വായകളിലും മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകളാണ്. ആ ചങ്ങലകളിലുള്ള ഒരു വട്ടക്കണ്ണി മാത്രം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കൊടുമുടിയാകുന്ന എവറസ്റ്റിന്റെ നെറുകയിലേക്ക് വെച്ചാൽ ലദാബ കമാ യദൂബു റസാസ്, അതിന്റെ ചൂടുകൊണ്ട് ഈ മുരുകി തീരുന്നത് പോലെ പർവ്വതം മുരുകി നിലത്തേക്ക് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വല്ലദീ ബഅസനീ ബിൽ ഹഖ് നബിയാ, ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു തമ്പുരാനാണോ എന്നെ ഈ ഇസ്ലാമികമാകുന്ന ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകനായി എന്നെ നിയോഗിച്ചത്, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ ഉൽഖ ബൈന സമാഇ വൽ അർദ്. സഹാബത്തെ ആകാശഭൂമികൾക്കിടയിലെങ്ങാനും നരകത്തിൽ കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് ധരിപ്പിക്കുന്നതായ വസ്ത്രമുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം കൊണ്ടുവന്ന ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്ങാനും ഒന്ന് ബന്ധിപ്പിച്ചാൽ ലമാത ജമീഉൽ അർളി മിൻ നതിനിഹാ ഔ മിൻ ഹുർരിഹാ, വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ദുർഗന്ധം നിമിത്തമായിട്ടോ അതിൽ നടിച്ചു വീശുന്ന ചൂട് നിമിത്തമായിട്ടോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് കടക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വസ്ത്രം, അവിടെ ചെരുപ്പുണ്ട്, അവിടെ വസ്ത്രമുണ്ട്. ജയിലിൽ കിടന്ന ആളുകൾക്ക് 73, 83 എന്നൊക്കെ പറഞ്ഞ് ഫിറ്റ് ചെയ്തതാകുന്ന വസ്ത്രമില്ലേ എന്ന് പറഞ്ഞതുപോലെ നരകത്തിൽ കിടക്കുന്നവർക്കതാ ഓരോരുത്തർക്കും ഓരോ വസ്ത്രം.
ആ വസ്ത്രം കാണാം ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ അതിൻ്റെതാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ആതിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ലൗ ഫുതിഹ മൻ ഖർസൂരിൻ ബിൽ മശ്രിഖ് വറജുലുൻ ബിൽ മഗ്രിബി ലഗലാ ദിമാഉഹു. ഈ ലോകത്തിന്റെ ഒരു കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിക്കൊണ്ട് ആ കാളക്കൂറ്റൻ്റെതാകുന്ന പിന്ദ്വാരത്തിന്റെ കണക്കെ നരകത്തിൽ നൽപ്പം ദ്വാരമുണ്ടാക്കി ഈ ഭൂമിയിലേക്കെങ്ങാണം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽപ്പം ചൂട് കടത്തിവിട്ടാൽ എന്താ പറയുന്നത്? ഈ ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിയിട്ട് അതിന്റെ പിന്ദ്വാരത്തിന്റെ അളവ് അതിന്റെ പിന്താരം വളരെ ചെറുതായിരിക്കും. ആ പിന്താരത്തിന്റെ അളവിലെങ്ങാണം ഒരു ചൂട്, ഈ നരകത്തിന്റെ ചൂട് സ്വല്പം ഈ ദുന്യാവിലേക്ക് അല്ലാഹു നൽകിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ ഫുതിഹ മൻ ഖർസൂരിൻ ബിൽ മശ്രിഖി വറജുലുൻ ബിൽ മഗ്രിബി. കിഴക്കൊരു കാളക്കൂറ്റയുടെ പിന്ദ്വാരത്തിൻ്റെതാകുന്ന അളവ് കണക്കെ അല്പമെങ്ങാണം ദുനിയാവിലേക്ക് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ കടത്തിവിട്ടാൽ വറജുലുൻ ബിൽ മഗ്രിബി, ഈ ലോകത്തിന്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്താൽ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നതായ കാളക്കൂറ്റയുടെ ദ്വാരത്തിന് നിമിത്തമായിട്ട് കടിച്ചു വീശിയതാകുന്ന നരകത്തിന്റെ ചൂട് നിമിത്തമായി പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന്റെ തലച്ചോറ് തിളച്ചു പൊന്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന് അവന്റെ തലച്ചോറ് തിളച്ച് ബന്ധുരുകി പുറത്തു വരാൻ നിമിത്തമാകും ചെറിയൊരു ദ്വാരം നരകത്തിൽ നിട്ടാൽ ഈ ഭൂമിയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് നരകം? എന്താണ് നരകം? പഠിച്ചു വെക്ക നമ്മൾ. വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ 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 വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ, ആകാശഭൂമികൾക്കിടയിലുള്ളതാകുന്ന സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടുകൊണ്ട് കത്തിച്ചാലും ലമാതൽ ജമീഉൽ അർളി മിന്നതിനിഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നമ്മൾ ഈ പറയുന്ന ജഹന്നമെന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് ഈ പറയുന്നത് സഹോദരങ്ങളെ? ചെറുവട്ടൂരുള്ള തെങ്ങുകളെ കുറിച്ച് മാത്രമല്ല, ഈ ചെറുവട്ടൂരുള്ള വൃക്ഷലതാദികളെ കുറിച്ച് മാത്രമല്ല, ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും വെട്ടിക്കീറാക്കി വിറകാക്കി കൊണ്ടുവന്ന് അത് മുഴുവനും ഇട്ടുകൊണ്ട് കത്തിച്ചാലും ലമാത ജമീഉൽ അർളി മിന്നതിനിഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. കത്തിജ്വലിക്കുന്നതാകുന്ന ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും അത് മുഴുവൻ മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വിറക് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ.
അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ നരകം കണ്ണുകൊണ്ട് കാണാത്തതാകുന്ന 3 ആളുകളുണ്ട് സാബാ. നരകത്തെ കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത അഥവാ നരകത്തിൽ കടക്കാത്തതാകുന്ന സൗഭാഗ്യവാന്മാര് 3 പേരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കൂട്ടർ ആളുകൾ, 3 കൂട്ടർ. അവര് നരകത്തെ കാണൂല. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉറക്കാമീൻ പറയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സലാസുൻ ലാ തുറാ അയ്യുനുഹും അന്നാർ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 3 കൂട്ടരുണ്ട് സാബാ. അവർ നരകം കാണൂല, അഥവാ നരകത്തിൽ അവർ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കൂട്ടരാളുകൾ ആരൊക്കെയാണത്? അത് പറഞ്ഞ നമ്മുടെ സദസ്സംഗ ബിരിയ. ആരൊക്കെയാണ് 3 കൂട്ടർ? 1 ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഹറാം കാണാത്ത കണ്ണാണ്. ഹറാം ദർശിക്കാത്ത കണ്ണുണ്ടോ? ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവർക്ക് തീർച്ചയായും നരകം കാണേണ്ടി വരൂല, അഥവാ നരകം അവരെ സ്പർശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എത്ര ഹറാമ് കണ്ടു, എത്ര ഹറാമ് കണ്ടു. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്നു. ജിയോ സിം മാർച്ച് വരെയുണ്ട് ഉസ്താദെ, അതുകൊണ്ട് നമുക്ക് റാഹത്തായി 1 GB എങ്കിലും കിട്ടുമല്ലോ. ഉള്ള GB വെച്ചുകൊണ്ട് നമ്മൾ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് സമയം കളിയാൻ അല്ലേ? എത്ര സഹോദരങ്ങൾ യൂട്യൂബിൽ കയറി പ്രഭാഷണങ്ങൾ കേട്ടു ആത്മീയമാകുന്ന മേഖലകളിലേക്ക് അവരുടെ നെറ്റ് കണക്ഷൻ മാറ്റിവെച്ചവർ എത്ര പേര്? ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര മുസ്ലിം സഹോദര സഹോദരിമാരാണ് ജിയോ സിം വാങ്ങിയിട്ട് അതിലൂടെ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര പേരാണ് മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും മാറ്റിവെച്ചത്? വേണ്ട, കണ്ണുകൊണ്ട് ഹറാമ് കാണരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. അന്യരാകുന്ന പരപുരുഷന്മാരെ ദർശിക്കരുതെന്നും അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ ദർശിക്കരുതെന്നും ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ചില സ്ത്രീകൾ കൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരെ അങ്ങോട്ട് കാണാം, പുരുഷന്മാർക്ക് ഞങ്ങളെ മാത്രമാണ് കാണാൻ പാടില്ല എന്ന് ധരിച്ച സഹോദരിമാർ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു മസല ഇല്ലല്ലോ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. അല്ലാതെ പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് ഏത് പുരുഷനെയും കാണാം എന്ന സമീപനം തെറ്റാണ്. അത് ആദ്യമേ തിരുത്തേണ്ടത്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ തൊട്ടിപ്പുറത്ത് പ്രവാചകന്റെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബിബി ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രവാചകന്റെ വലത്തും ഇടത്തും ഇരിക്കുമ്പോ ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി വരൻ അവിടേക്ക് കടന്നു വന്നു. കണ്ണ് കാണാത്ത മനുഷ്യൻ. എന്തിനാ ഞാൻ ഇത് തെളിവ് പറയുന്നത്? മുസ്ലിം സഹോദരിമാർക്ക് അന്യരാകുന്ന പുരുഷന്മാരെ കാണൽ ഹറാമാണ് എന്നതിന് തെളിവാണ് ഞാൻ ഈ ഹദീസ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് നിങ്ങളെ കാണൽ ഹറാം എന്നതുപോലെ നിങ്ങൾക്ക് അവരെ കാണലും ഹറാമാണ്. عن أم سلمة رضي الله تعالى عنها أنها قالت كنت عند النبي صلى الله عليه وسلم وعنده ميمونة. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലുണ്ട്, റസൂലുള്ളാഹിയുടെ അടുക്കൽ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുമുണ്ട്. അപ്പോഴാണ് ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി വരൻ അവിടേക്ക് കടന്നു വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഇബ്നു ഉമ്മി മക്തൂമിനോട് പറഞ്ഞു അത്രേ. ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു അത്രേ, ഇഹ്തജിബാ മിൻഹു ഇഹ്തജിബാ മിൻഹു. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ, അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ.
ഫഖാലതാ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി യാ റസൂലല്ലാഹ് അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ അല്ലാഹുവിന്റെ റസൂലേ ആ കടന്നു വരുന്നതായ മനുഷ്യൻ സഹാബി വര്യൻ അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ അന്ധനായ വ്യക്തിയല്ലയോ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ ഞങ്ങളെ അറിയുകയോ തിരിച്ചറിയുകയോ ഇല്ലല്ലോ ഞങ്ങളെ കാണുക പോലുമില്ലല്ലോ പിന്നെന്തിനാണ് ഞങ്ങൾ എണീക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയാകുന്ന ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് അകത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ കണ്ണ് കാണാത്ത മനുഷ്യൻ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് നബിയോട് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരിലുള്ള ഉമ്മമാര് പഠിക്കണേ, സഹോദരങ്ങൾ മനസ്സിലാക്കണേ. എല്ലാ ഭർത്താക്കന്മാരുടെയും കടമയാണ് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അന്യ പുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ ബിസിനസിന്റേതാകുന്ന ലാഭം കൊയ്യാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ ശരീരഭാഷകൾ കാണിക്കുന്ന ഡ്രസ് ഇട്ടിട്ട് ആ ഭർത്താവാകുന്ന മനുഷ്യൻ തന്റെ ഭാര്യയെ അന്യരാകുന്ന പരപുരുഷന്റെ കൈക്ക് പിടിച്ച് ശൈഖാന് കൊടുക്കുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കടന്നു വന്നില്ലയോ? റിയാലിറ്റി ഷോകളിലേക്ക് മക്കളെ പങ്കുകൊള്ളിക്കുന്നില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പാടില്ല ഉമ്മു സലമ, പാടില്ല ഉമൈമൂന, നിങ്ങൾ രണ്ടാളുകളും അകത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചില്ലയോ? അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചോദിച്ചില്ലയോ? ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെയോ? അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ, അങ്ങോട്ട് ദർശിക്കുകയില്ലയോ? അത് പാടില്ല, ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും കടന്നു വന്നാലും ഭർത്താക്കന്മാര് പുറത്തിറങ്ങാതെ ഭാര്യമാര് വെളിയിലേക്ക് ഇറക്കുന്ന സമ്പ്രദായം ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ കടന്നു വരുന്നുണ്ട്. മാറ്റിയെടുക്കണേ മുസ്ലിമേ, അപകടമാണ്, അപകടമാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പറഞ്ഞേക്കാന് ബസ് ഡ്രൈവർ വന്നാലും ക്ലീനർ വന്നാലും അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ചാടിക്കുഴഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര പ്രയാസങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേട്ടില്ലേ നിങ്ങൾ? മുബശ്ശിറ എന്ന് പറയുന്ന മാണിക്കോത്തുള്ള, കാസർഗോഡ് ജില്ലയിലെ മാണിക്കോത്തുള്ളതാകുന്ന മുബശ്ശിറ എന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞില്ലയോ? ആ പൊന്നുമോളെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കാണാനില്ല. പത്രമാധ്യമങ്ങൾ കൊടുത്തു. അവസാനം വാർത്ത അറിയപ്പെടുകയാണ്. 17 വയസ്സുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ, നിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂടെ ആ പെണ്ണ് ഒളിച്ചോടിയിരിക്കുകയാണ്. വാപ്പയും ഉമ്മയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വാപ്പയും ഉമ്മയും ലോകം മുഴുവനും തെണ്ടി നടന്നുകൊണ്ട് അന്വേഷിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണാനില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തിരിച്ചു കിട്ടാൻ അവർ പലവിധേനയും ശ്രമിക്കുകയാണ്. ആരാണിവിടെ കുറ്റക്കാര് സഹോദരങ്ങളെ? ആരാണിവിടെ കുറ്റക്കാര് സഹോദരിമാരെ? മാതാപിതാക്കളെ ശ്രദ്ധിക്കണ്ടയോ, ശ്രദ്ധിക്കണ്ടയോ? നമ്മുടെ മക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് മാത്രമായി നൽകരുതേ, ആത്മീയവും ഭൗതികവും കൂടി സമന്വയിപ്പിച്ച് കൊടുക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. 4ാം ക്ലാസ്സിലേക്ക് മക്കള് മദ്രസയിലെത്തുമ്പോൾ തന്നെ ഉസ്താദിന്റെ മുഖത്തടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പ്രായപൂർത്തി എത്തി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് MBBS-ന് പറഞ്ഞുവിടുന്നതായ മാതാപിതാക്കളില്ലയോ? എഞ്ചിനീയറിനെ പറഞ്ഞുവിടുന്നതായ മാതാപിതാക്കളില്ലയോ?
നഴ്സിംഗിന് വേണ്ടി BDS-ന് വേണ്ടിയൊക്കെ മക്കളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കള് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവിടെയെങ്ങും പ്രായപൂർത്തി ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല എങ്കിൽ പരിശുദ്ധ ദീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തിയതിന്റെ പേരില് നിങ്ങൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മറുപടി കൊടുക്കേണ്ടി വരുമേ. അള്ളാന്റെ മുന്നിൽ കൈകടിച്ച് നിന്നുകൊണ്ട് ഖേദിക്കേണ്ടി വരുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇയാകും വൽ ജുലൂസ മഅൻ നിസാ. സഹാബത്തെ, സഹാബത്തെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സാബ. അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതിനെ സൂക്ഷിക്കണമെന്നല്ല റസൂലുള്ള പറഞ്ഞത്, നിങ്ങളോടൊപ്പം അന്യ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, ഏറ്റവും വലിയ അവയവമാണത്. കണ്ണ് ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചവൻ രക്ഷപ്പെട്ടു പോയി, നരകശിക്ഷയിൽ അവൻ കടക്കൂല, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ, ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഹറാം കാണാത്ത കണ്ണാണ്, സിനിമ കാണാത്ത കണ്ണാണ്, സീരിയൽ കാണാത്ത കണ്ണാ, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കാണാത്ത പെണ്ണാണ്. അത്തരത്തിലുള്ള കണ്ണുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഖേന പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് കടക്കേണ്ടി വരൂല, വിചാരണ എളുപ്പമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇയാകും വൽ ജുലൂസ മഅൻ നിസാ. അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞപ്പോ ഒരു സ്വഹാബി വരെ എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫറൈതൽ ഹവ്വാ. നബിയേ, നബിയേ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനുമായി തനിച്ചിരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ നബിയേ? അത് ശരിയാണോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂർ ഒരുമിച്ച് കൂടിയ വിശ്വാസികള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചിരിക്കണേ, പഠിച്ചിരിക്കണേ. റസൂലുള്ളാഹി പറയുകയാണ്, ലാ, പാടില്ല സാബ, പാടില്ല സാബ. അൽ ഹമ്മു വൽ മൗത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനുമായി യാത്ര ചെയ്യുന്നതായ ഏത് പെണ്ണുണ്ടോ, ഏത് സഹോദരനുണ്ടോ, അത് പാടില്ലാത്തതാണ്, അത് മരണത്തിലേക്ക് എത്തിക്കുമേ, അത് ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം ഭർത്താവ് നാട്ടിലില്ല, പ്രവാസ ലോകത്താണ്. തനിക്ക് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നുകൊണ്ട് ഭാര്യതാ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ട് കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ലയോ, ബൈക്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരില്ലയോ? ഹറാമല്ലയോ, ഹറാമല്ലയോ? പഠിക്കണേ മുസ്ലിമേ, പഠിക്കണേ ഉമ്മമാരെ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ പരാജയം ഇതാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകണം. ആര് ശ്രദ്ധിക്കാത്തൊരു മസലയാണിത്, ആര് ശ്രദ്ധിക്കാത്തൊരു മസല. സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അവരുമായിട്ട് ഭർത്താവില്ലാത്ത നേരത്താകട്ടെ, ഭർത്താവ് ഉള്ളപ്പോഴാകട്ടെ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കാൻ പാടില്ല. ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ. പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിപ്പിക്കരുതേ, താമസിപ്പിക്കരുതേ. വാട്സാപ്പും ഫേസ്ബുക്കും എടുത്തുകൊണ്ട് മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പാപ്പയും ഉമ്മയും മറന്നുകൊണ്ട് കാമുകനുമായി ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അധ്യാപനം പ്രസക്തമാ. ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ. അതിനു
വേണ്ടി വാപ്പ ക്ഷണിക്കുമ്പോ, വാതിന് വേണ്ടി ഉമ്മ ക്ഷണിക്കുമ്പോ, എനിക്ക് അല്പം കൂടി പഠിക്കാനുണ്ടോ ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് എഴുതാനുണ്ടോ ഉമ്മ, എനിക്ക് കൈവേദനയാണ് ഉമ്മ, എനിക്ക് തലവേദനയാണ് ഉമ്മ എന്ന് വീട്ടിൽ കളവ് പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവരെ വീട്ടിൽ നിങ്ങൾ ഇരുത്തരുതേ, അപകടമാണ്, അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനോഹരമായി വീടിന് രണ്ടാമത്തെ ഒരു നില നിങ്ങൾ പണിയുമ്പോ ആ രണ്ടാമത്തെ നിലയിൽ ഒറ്റക്കൊരു റൂമിലേക്ക് നിങ്ങളുടെ പെൺകൊടികളെ നിങ്ങൾ താമസിപ്പിക്കരുതേ, അത് അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാതിരാത്രി സമയത്ത് വാപ്പ ഉറങ്ങുകയാണ്, ഉമ്മ ഉറങ്ങുകയാണ്, സഹോദരങ്ങൾ ഉറങ്ങുകയാണ്, തന്റെ കാമുകനുമായിട്ട് ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരനുമായിട്ട് ചാറ്റിംഗ് ആണ്, ചാറ്റിംഗ്. അവസാനം ഈ പെണ്ണിന്റെ ശരീരഭാഷകൾ കാണിക്കാൻ ആ സഹോദരൻ നിർബന്ധിക്കുകയാണ്. പാവപ്പെട്ട പെണ്ണാണ്, ചെറുവട്ടൂരുള്ള സഹോദരിയാണ്, അറിയാതെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകന്റെ മുന്നിൽ അവരുടെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നതകൾ ഫോട്ടോ എടുത്തിട്ട് കാമുകന് വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുന്ന കാലഘട്ടമല്ലയോ. അവസാനം അത് മോർഫിംഗ് ചെയ്തിട്ട് ഇത് ഞാൻ യൂട്യൂബിലിടും, ഇത് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യുമെന്ന്, അതുകൊണ്ട് ഇന്നാലിന്ന സമയത്ത് നിന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകി എനിക്ക് വേണ്ടി തുറന്നിട്ട് തരണമെന്ന് ചെറുപ്പക്കാര് വാശി പിടിക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണ് നിർബന്ധിതയാകുകയല്ലയോ. എത്രയോ സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ചീറ്റിംഗ് ചെയ്യുന്നത്, എത്രയോ സഹോദരിമാരാണ് അത്തരത്തിലുള്ള ചീറ്റിംഗിൽ അകപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ തുറന്നു പറയുകയാ, ഹറാമാകുന്ന നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരു വ്യക്തിയെയും നീ മോശപ്പെട്ട ചിന്ത കൊണ്ട് കാണരുതേ, ചിന്തിക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നരകത്തിലേക്ക് നിനക്ക് കടക്കാതിരിക്കണോ, ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാം കാണാതെ കണ്ണിനെ സൂക്ഷിച്ചിട്ടുണ്ടോ, നീ നരകത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സൂക്ഷിച്ചാൽ നീ നരകത്തിൽ കടക്കൂല, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നരകമാണ്. അല്ലാഹു അതിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കണ്ണെന്താണ്? രണ്ടാമത്തെ കണ്ണെതാ? സമയം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നിർത്തണം. വൈകിയാണ് തുടങ്ങി, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നാളെ എനിക്കും പോകണം പാലക്കാട്. രണ്ടാമത്തെ കണ്ണെതാണ്? ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാണ്. സീരിയൽ കണ്ട് ഉറക്കമൊഴിച്ചതിനെ കുറിച്ചല്ല, സിനിമ കണ്ട് ഉറക്കമൊഴിച്ചതിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതായ ഏത് ഭർത്താവുണ്ടോ, ഏത് ഭാര്യയുണ്ടോ, എന്റെ ഭർത്താവിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അദ്ദേഹത്തെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ സാലിഹാത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരക്കുന്നതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തിലൂടെ ഉറക്കമൊഴിച്ചവരുണ്ടോ, അവർ നരകത്തിൽ കടക്കൂലയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചവർ. മൂന്നാമത്തത്, വഅയ്നുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഈച്ചയുടെ അളവിൽ മാത്രമായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി പൊഴിച്ചിട്ടുള്ള ഏത് സഹോദരങ്ങളുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, നരകത്തിൽ അവർ കടക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈച്ചയുടെ അളവിൻ പ്രകാരം, വളരെ കടുകുമണി അളവും പ്രകാരം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നതാകുന്ന ഏത് സഹോദര സഹോദരിയുണ്ടോ, പടച്ചറപ്പ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അല്ലാഹു നൽകുന്നതാകുന്ന അതിശക്തമാകുന്ന പരീക്ഷണങ്ങൾ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന ഏത് മനസ്സുണ്ടോ, തീർച്ചയായിട്ടും അവർ നരകത്തിൽ കടക്കൂല. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്നും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഹ്ശറയിലേക്ക് നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു ആ നരകത്തെ കൊണ്ടുവരാൻ. ആ നരകം അങ്ങോട്ട് എണീറ്റ് നിന്നു. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായുള്ള നരകം, ഓരോ വായയിലും 2 ചുണ്ടുള്ളതായ നരകം, ഓരോ വായിക്കകത്തും 30,000 പല്ലുകളുള്ളതായ നരകം, ഓരോ ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് വലഹാ ആയിരക്കണക്കിന് ചങ്ങലകളാണ് നരകത്തിനുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. മലക്കുകളെല്ലാം കൂടി നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുകയാണ്. അല്ലാഹ് വലഹാ സഫീറും വശഹീഖ്. നരകത്തിന് വല്ലാത്തൊരു ശബ്ദമുണ്ട് സാബ, നരകത്തിന് വല്ലാത്തൊരു അട്ടഹാസമുണ്ട് സാബ. അതിശക്തമായ ഒച്ചയിട്ടുകൊണ്ടാണ് നരകം മഹ്ശറയിലേക്ക് കടന്നു വരിക. മഹ്ശറയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വിട്ടുപോകും സാബ. തഫൂറു ജഹന്നമ, തഫൂറു ജഹന്നമ. നരകമങ്ങോട് തിളച്ചു മറിയും സാബ, നരകമങ്ങോട് തിളച്ചു മറിയും സാബ. ആ നരകത്തിന്റെ തീച്ചാലകൾ വെളിയിലേക്ക് ഉതിർന്നു വീഴും സാബ. കന്നഹാ ബിതർമി കൽഖസർ. കൊട്ടാര സമാനമായിട്ടായിരിക്കും അതിന്റെ തീച്ചാലകൾ കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ. നരകത്തിന്റെ തീച്ചാലകൾ കൊട്ടാര സമാനമായിട്ടായിരിക്കും കടന്നു വരിക. അഥവാ ഭീമമാകുന്ന ഉയർച്ചയിലും അതിഭീമമാകുന്ന വലിപ്പത്തിലുമായിരിക്കും മനുഷ്യന്റെ മുകളിലേക്ക് വന്നുകൊണ്ട് ഭവിക്കുക. കപ്പിത്താനില്ലാത്ത കപ്പൽ കടന്നുകൊണ്ട് കടലിൽ കടന്ന് ആടിയലയുന്നത് പോലെ മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് നരകം വന്ന് ആടിയലയുകയാണ്. അല്ലാഹ് എല്ലാവരും ഓടി മാറുകയാ. മുനാഫിഖുകളുടെ ശരീരത്തിലേക്ക്, കാഫിറുകളുടെ ശരീരത്തിലേക്ക് നരകത്തിന്റെ തീച്ചാലുകൾ വന്ന് പതിക്കുമത്രേ. അവരുടെ മുഖത്തിൻ്റെതാകുന്ന ശരീരത്തിന്റെ ഭാഷകള്, മുഖത്തിലെ ചർമ്മങ്ങള്, മുഖത്തിലെ മാംസങ്ങള് മുഴുവനും കരിഞ്ഞു പോകും സാബ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നരകം വന്നുകൊണ്ട് അവസാനം ശാന്തമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വതസ്ജുദു ബൈന യദൈല്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദ് ചെയ്യുമത്രേ, നരകം സുജൂദ് ചെയ്യുമത്രേ. പക്ഷി പറവാദികൾ പടച്ച റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നത് പോലെ, കടലിന്റെ അഗാഴിയില് മത്സ്യങ്ങൾ പടച്ച റബ്ബിനെ തസ്ബീഹ് ചെല്ലുന്നത് പോലെ, സുജൂദ് വർത്തിക്കുന്നത് പോലെ, ഈ നിൽക്കുന്ന വൃക്ഷലതാദികള് റബ്ബിനെ സുജൂദ് ചെയ്യുന്നത് പോലെ നരകം വന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമത്രേ. വതസ്ജുദു ബൈന അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലായി നരകം വീണുകൊണ്ട് റബ്ബിനോട് പറയുമത്രേ, ഖല്ലി ബൈനി വബൈന അസ്വാജി. അല്ലാഹുവേ, എന്നെയും എന്റെ ഇണകൾക്കിടയിലും നീ കൂട്ടിച്ചേർക്കണേ അല്ലാ. എന്റെ ഇണയെ നീ നൽകണേ അല്ലാ. എന്റെ ഇണകളെ എനിക്ക് നീ നൽകണേ അല്ലാ. നരകം ഇണയെ തേടുകയാണ്, നരകം അതിന്റെ ഇണയെ തേടുകയാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കുമത്രേ, വമൻ അസ്വാജുക യാ നാർ. നരകമേ, നരകമേ, ആരാണ് നിന്റെ ഇണയെന്ന് പറയണേ, ആരാണ് നിന്റെ ഇണയെന്ന് പറയണേ എന്ന് നരകത്തോട് ആവശ്യപ്പെടുമ്പോ ആ നരകം വിളിച്ചു പറയുമത്രേ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. ദുനിയാവിൽ കള്ളു കുടിച്ച, ദുനിയാവിൽ വ്യഭിചരിച്ച, ദുനിയാവിൽ അഹങ്കാരിയായി നടന്ന, ദുനിയാവിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാത്ത നേരത്ത് കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുകയും തന്റെ ഭർത്താവിന് വേണ്ടി വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പില്, ഭർത്താവിനെ കടക്കേണ്ട കടക്കയില് ഭർത്താവല്ലാത്ത കാമുകന്മാരെ വിളിച്ചു വരുത്തിയിട്ട് മടിയില്ലാതെ, ഉടുപ്പില്ലാതെ, നാണമില്ലാതെ, നൂലിലെ പോലും ബന്ധമില്ലാതെ, വസ്ത്രമില്ലാതെ ബന്ധപ്പെട്ടതാകുന്ന ഏത് സഹോദരിയുണ്ടോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നിട്ട് മറ്റൊരു ഭാര്യയെ സ്വന്തമാക്കിയ, കാമുകിയെ സ്വന്തമാക്കിയ ഏത് ഭർത്താവുണ്ടോ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. എല്ലാ
തെമ്മാടികളും എല്ലാ അഹങ്കാരികളുമായ മോശപ്പെട്ട ദുർവൃത്തം നടത്തുന്നതാകുന്ന ആളുകളെ മുഴുവൻ ആളുകളുമാണ് എന്റെ ഇണകളെന്ന് നരകം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചു പറയും അത്രേ ഖുദൂ ഫഗുല്ലൂ ثم الجحيم صلوا പിടിക്കടാ അവനെ വരിഞ്ഞു മുറുക്കടാ ചങ്ങല കൊണ്ട് നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കടാ എന്ന് അല്ലാഹു പറയുകയും നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയാ ഏതൊരു സത്യത്തിന്റെ ദൂതനായിട്ടാണോ എന്നെ അല്ലാഹു ഈ പരിശുദ്ധ ദീനിന്റെ പ്രബോധനായിട്ടാണോ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ആ റബ്ബിനെ തന്നെയാണ് സത്യം സാബാ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ലൗ ഫുതിഹ ബിബറതിൻ മിൻഹാ ലൗ ഫുതിഹ ഇബറതിൻ മിൻഹാ ഒരു സൂചിയുടെ അണുവെങ്ങാണം നരകത്തിൽ നിന്നെങ്ങാണം കാറ്റി പുറത്തേക്ക് വെട്ടാൻ ലമാത ജമീഉൽ അർളി മിൻ ഹരിഹാ ഒരു സൂചി മുനയെങ്ങാണം നരകത്തിൽ നിന്ന് കാറ്റി ലോകത്തേക്ക് വിട്ടാൽ ലമാത ജമീഉൽ അർളി മിൻ നതിനിഹാ ഔ മിൻ ഹുരിഹാ ആ നരകത്തിൻ്റെതാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ ലോകം മുഴുവനും നശിച്ചു പോകും അതിലുള്ള വസ്തുക്കളും നശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നരകത്തെ തൊട്ട് കാക്കട്ടെ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് കാക്കട്ടെ